മുഖ്യമന്ത്രി പദത്തെ ചൊല്ലി കർണാടക കോൺഗ്രസിലുണ്ടായ തർക്കം പരിഹരിക്കാൻ ഇന്ന് ചർച്ച. മുഖ്യമന്ത്രി സിദ്ധരാമയ്യ ഉപമുഖ്യമന്ത്രി ഡി.കെ. ശിവകുമാറുമായി അല്പസമയത്തിനകം കൂടിക്കാഴ്ച നടത്തും. മനീഷ് മൂർത്തിയാണ് വിശദാംശങ്ങളുമായി ചേരുന്നത് ചെന്നൈയിൽ നിന്ന്. മനീഷ്, നേതൃത്വം ഇടപെട്ടിട്ട് അതിലൊരു തീരുമാനമുണ്ടാക്കാൻ പറ്റിയില്ല. ഒടുവിൽ ഇപ്പോൾ കർണാടകയിലെ മുഖ്യമന്ത്രി പദത്തെ ചൊല്ലിയുള്ള തർക്കത്തിനൊരു പരിഹാരമാകുമെന്നുള്ള സൂചന ലഭിക്കുന്നുണ്ടോ? ഇന്നെന്തായാലും ഇരുവരും കൂടിക്കാഴ്ച നടത്തുന്നുണ്ടല്ലോ. ഈ കൂടിക്കാഴ്ചയുടെ വിവരങ്ങൾ എങ്ങനെയാണ്? പ്രവിത, ക്രിസ്റ്റീന, ഗുഡ് മോർണിംഗ്. അതായത് ഇന്നിപ്പോൾ 9:30 മണിയോടുകൂടി മുഖ്യമന്ത്രി സിദ്ധരാമയ്യയുടെ വസതിയിലാണ് ഈ ഒരു കൂടിക്കാഴ്ച നടക്കുക. എന്തായാലും നേരത്തെയൊക്കെ സൂചിപ്പിച്ചിരുന്നത് പോലെ തന്നെ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളിലായി കർണാടകയിൽ മുഖ്യമന്ത്രി പദത്തെ ചൊല്ലി വലിയ തർക്കങ്ങൾ ഉണ്ടായിരുന്നു. ആ തർക്കത്തിൽ ഹൈക്കമാൻഡിന്റെ കൃത്യമായ ഇടപെടൽ കഴിഞ്ഞ ദിവസങ്ങളിൽ ഉണ്ടായി. രണ്ടുപേരെയും ഡൽഹിക്ക് വിളിപ്പിക്കുകയായിരുന്നു ആദ്യ നടപടി. പക്ഷേ അതിനു മുൻപായി കർണാടകയിൽ തന്നെ പ്രശ്നങ്ങൾ പരിഹരിക്കുക എന്നുള്ള ഒരു തീരുമാനത്തിലേക്ക് ഹൈക്കമാൻഡ് എത്തി എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഏകദേശം ഒരു ഫോർമുല ഉണ്ടായിട്ടുണ്ട് എന്നാണ് ലഭിക്കുന്ന സൂചനകൾ. അതായത് 2027 സിദ്ധരാമയ്യയ്ക്ക് അധികാരം ഡി.കെ. ശിവകുമാറിന് മുഖ്യമന്ത്രി പദം നൽകുക എന്ന രീതിയിൽ ഒരു ഫോർമുല ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ്. ആ ചർച്ചയാണ് നടക്കുക. മാത്രമല്ല ഡി.കെ. ശിവകുമാർ പക്ഷത്തെ പ്രമുഖരായ ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.